സത്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നതാ. ഷോപ്പിന്റെ ഫർണിഷിംഗ് പണികളും മറ്റും നടക്കുന്നതുകൊണ്ട് ആകെ തിരക്കായി പോയി. പണി തീരാറായോ? ആ, ഏതാണ്ട് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാനാ പ്ലാൻ. അച്ഛൻ നിർത്തിയോ? കറികളൊന്നും നന്നായിട്ടുണ്ടാവില്ല. ഏയ്, അങ്ങനൊന്നുമില്ല. നോവൽ വായനക്കാൻ പോണ്ടായിരുന്നെങ്കിലും പാചകമൊന്നും പഠിക്കാൻ മറന്നിട്ടില്ല അല്ലേടോ. എന്നാലും അമ്മയുടെ ആ കൈപുണ്യം കിട്ടിയിട്ടില്ലേ? അത് അമ്മായിയമ്മ ഒന്ന് സുഖിപ്പിച്ചതാണല്ലോ. ഞാൻ സത്യം പറഞ്ഞ ആ കുടുംബകലം ഒന്നും ഉണ്ടാക്കണ്ട വെറുതെ. നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇതിനെത്ര വാടക? 500. 500 അത്ര കൂടുതലൊന്നുമല്ല. വീട് മുഴുവനും ഇല്ല, പുറവശത്ത് വേറെ പാർട്ടിയാ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ബെഡ്റൂം, ഡൈനിങ് റൂം, പിന്നെ ഈ മുറിയും. അപ്പൊ വാടക ഇത്ര കൂടുതലാ? വേറൊന്ന് കിട്ടണ്ടേ? അത് നേരാ. പിന്നെ ഞങ്ങൾ വന്നതേ മഴയുടെ തുടക്കമൊക്കെ ആകാറായി. അതിനുമുമ്പ് മേൽക്കൂരയുടെ പണി തീർത്തില്ലെങ്കിൽ ഇതുവരെ ചെയ്ത പണിയൊക്കെ പാഴാകുന്ന മേശിരി പറയണേ. ഊർമിളയുടെ നെക്ലസ് ഒന്ന് കിട്ടുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു തിരിമറി നടത്തായിരുന്നു. അയ്യോ, ഉത്തമേട്ടൻ കടയിലെ പണിക്ക് വേണ്ടി അത് പണയം വെച്ചിരിക്കുകയാണല്ലോ അച്ഛാ. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോണമെങ്കിൽ. വേണ്ട, അതൊന്നും വേണ്ട. മോൻ വിഷമിക്കണ്ട, അതച്ഛൻ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോളാം. പെട്ടെന്നൊരു തോന്നലിന് വന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വിഷമിക്കണ്ടെന്നേ, സാരമില്ല. പിന്നെ ഉദ്ഘാടനം അറിയിക്കില്ലേ? അച്ഛൻ എന്താ അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ രണ്ടാളും കൂടെ വേണം ഉദ്ഘാടനം ചെയ്യാൻ. അവന് വല്ലാത്ത വിഷമമായി. ചോദിക്കണ്ടായിരുന്നല്ലേ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇവിടെ തന്നെ ഷോപ്പ് തുടങ്ങാൻ പ്ലാൻ ഇട്ടത് നന്നായി. വരുമാനമുള്ള കച്ചവടമാണോ ഇത്? പിന്നെ ഇലക്ട്രിക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ മോശ? അയ്യോ, ഞാൻ സഞ്ചി എടുക്കാൻ മറന്നു. എന്തായാലും താൻ കള്ളം പറഞ്ഞ ശരിയായില്ല. ഒന്നുമില്ലല്ലോ, അച്ഛനും അമ്മയല്ലേ. തള്ളയും പിള്ളയും ഒന്നാണെങ്കിലും വായും വയറും വേറെയാ. ജോലി പോയെന്നറിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓസിന് ചാപ്പാടടിച്ച് ദഹിക്കുമോന്ന്. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതൊക്കെ അപ്പോഴത്തെ വിഷമം കൊണ്ട് പറഞ്ഞല്ലേ. മകളുടെ ഭർത്താവിന്റെ ജോലി പോയെന്ന് പറഞ്ഞാൽ ഏത് അച്ഛനായാലും പറഞ്ഞു പോകും എന്ന് കരുതി ഒരു അത്യാവശ്യം വരുമ്പോ എന്റെ സ്വർണ്ണം ഒന്നും അങ്ങനെ കൈവിട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നന്നായി മോളെ, അച്ഛൻ അങ്ങനെ പറഞ്ഞതിന് അമ്മ മാപ്പ് ചോദിക്കുന്നു. അമ്മേ, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നു എന്നറിഞ്ഞാൽ മതി. അതാ ഞങ്ങളുടെ സന്തോഷം. എപ്പോഴാ വന്നേ? വന്നേ ഉള്ളൂ. എന്തേ വിളിക്കാഞ്ഞ്? ഒന്നുമില്ല. പോയ കാര്യം എന്തായി? ഒന്നും ശരിയായില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? നാളെ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ മേക്കൂട് കയറ്റാതെ എങ്ങനെയാ ആദിച്ചെന്ന് കേറണേ? ഇപ്പൊ തന്നെ അവിടെ പൊളിഞ്ഞു തുടങ്ങി. അതൊക്കെ ഒന്ന് കെട്ടിപ്പൊക്കി ഓട് കയറ്റാതെ. ഓടോ വാർക്കലോ ആയാലേ വീടാവുള്ളൂ. ഓല മേഞ്ഞാലും അത് വീട് തന്നെയാ. നിങ്ങൾ വിചാരിച്ച കുറച്ച് ഓലയും മുളയും കിട്ടില്ലേ? തൽക്കാലം ഒരു മുറിയെങ്കിലും നമുക്ക് കെട്ടിയെടുക്കാം. എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. നിങ്ങൾ ആരുടെ മുമ്പിലും തലകുനിക്കുന്നത് ഞാൻ സഹിക്കില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചു ദിവസം പ്രസാദിന്റെ അടുത്ത് പോയി നിന്നാലോ? വേണ്ട. അല്ല, ഒന്ന് കെട്ടിമേയുന്നവരെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കെന്താ ഒരു വാശി പോലെ. ആരുടെ അവതാരം നമുക്ക് വേണ്ട. മക്കളുടെയും മരുമക്കളുടെയും ഒന്നും. ഞാൻ എന്തൊക്കെയാ പറയണേ? നെഞ്ചിലടക്കി അടക്കി ശ്വാസം മുട്ടിത്തുടങ്ങി. ഇനി വയ്യ. ഭാരതി, ഞാൻ
ഞാനെല്ലാം ഒന്ന് തുറന്നു പറഞ്ഞോട്ടെ. വീട് കെട്ടി മേയണം, എല്ലാവരെയും ക്ഷണിക്കണം, അവരെ. അതെന്റെ വാശിയാ. അച്ഛാ, ഇതച്ഛാ, അച്ഛൻ തന്നതാ ഇതെല്ലാം. ഓലയും മുളയും വാങ്ങിക്കാൻ തികയോന്നറിയത്തില്ല. വേണ്ട. അച്ഛനും മക്കളും എന്നൊക്കെ പറഞ്ഞ ലാഭനഷ്ടം നോക്കി കണക്ക് തീർക്കുന്ന കുറെ കൂട്ടുകച്ചവടക്കാരൻ മാത്രമാണെന്നുള്ള വലിയ പാഠം അച്ഛൻ പഠിച്ചു മോളെ. ഈ പറഞ്ഞവരുടെ കൂട്ടത്തിൽ അച്ഛൻ എന്നെ കൂട്ടരുത്. ഇതച്ഛൻ വാങ്ങിക്കണം. ശരി, കൃത്യമായിട്ട് എണ്ണി കണക്ക് കുറിച്ചിട്ടോ. പലിശ സഹിതം അച്ഛൻ ഇത് തിരിച്ചു തരും. നിന്നെ കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. നാളെ ഈ പണത്തിന്റെ പേര് നീയും കണക്ക് പറഞ്ഞാ അച്ഛന് താങ്ങാൻ പറ്റില്ല. ഇതാ. പോവാ.